തകരുന്നതിന് കാരണവും ഈഗോയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ഈഗോ കയറി. എന്താ ഈഗോ? എഡ്ജിങ് ഗോഡ് ഔട്ട്, കട്ട് ചെയ്ത് ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ നന്മയെ ഇല്ലാതാക്കി കളയുക. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, നീ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി നന്മ നിനക്ക് തരുമെന്ന്. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു. പലർക്കും അറിയില്ല, ആരെയും അറിയിച്ചുകൊണ്ടല്ല. ആ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചെറിയ വീടാണ്, പക്ഷേ 8 വർഷങ്ങൾക്ക് മുമ്പ് ലോകാരാധ്യനായ ഡോക്ടർ പത്മശ്രീ M.A. യൂസഫ് അലി സാറ് 50,000 രൂപ എൻ്റെ വീട്ടിൽ കൊടുത്തയച്ചു. എന്തിനാണെന്നറിയാമോ? എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ, എൻ്റെ അമ്മയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ. അങ്ങനെയെങ്കിലും ഇവർ നല്ല രീതിയിൽ ഡ്രസ്സ് എടുക്കട്ടെ എന്ന്. സാർ പറഞ്ഞതുപോലെ ഞാനും ഉപ്പുമാവിൻ്റെ പാത്രവും കൊണ്ട് 7 വർഷം GVR UPS എന്ന് പറയുന്ന ആറ്റിങ്ങിൽ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ വില കൃത്യമായിട്ട് അറിയാം. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് യൂസഫ് അലി സാറ് ഈ തന്ന പൈസ ഇന്ന് വരെ എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ വർഷം വരെ മുടക്കാതെ അദ്ദേഹം 50,000 രൂപ വെച്ച് എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ, എൻ്റെ വീട്ടിലേക്കുള്ള ഡ്രസ്സിങ്ങിനും സാധനങ്ങൾക്കുമായിട്ട് സക്കാത്ത് റംസാൻ സമയത്ത് കൊടുത്തുവിടും. പക്ഷെ ഒരു നയാ പൈസ പോലും ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. അത് അർഹമായ കുടുംബങ്ങളിൽ അർഹമായ വ്യക്തികൾക്ക്, രോഗികൾക്ക് അത് കൃത്യമായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് കണ്ടറിഞ്ഞ്. അൽ അമീൻ എന്ന് ഖുർആനിൽ പറയും. അൽ അമീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പറയുന്ന പേരാണ്, വിശ്വസ്തൻ. ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം, ഈ പരിപാടിയുടെ പേര് വേനലും മഴയും എന്നല്ല, നിത്യഹരിത കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. കൾച്ചറലും കൊണ്ട് ചാരിറ്റിയും നടത്തുന്നു എന്നുള്ളത്. ആ ചാരിറ്റി കൊണ്ട് മാത്രമാണ് എന്നെ സ്വാധീനിച്ചത്, ആ ചാരിറ്റി പരിപാടി. കാരണം നീ ചെയ്യുന്ന ചാരിറ്റി നിന്നെ റിച്ചാക്കി മാറ്റും എന്നാണ്. നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നിന്റെ പാപങ്ങളെ കത്തിച്ചു കളയുമെന്നാണ് ബൈബിൾ പറയുന്നത്. വേദങ്ങളെല്ലാം ആ ലെവലിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടുവന്ന ഒരു വിശ്വസൻ എന്നുള്ള നിലയിൽ 18 വർഷം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഫലം ഈ വർഷത്തെ 2025 റംസാന് ലോക മലയാളികളിലെ 1ാമത്തെ കസേരയിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ M.A. യൂസഫ് അലി സാറ് 1 ലക്ഷം രൂപയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ കൊടുത്തയച്ചതെന്ന് ഓർക്കണം. സോ വലിയൊരു മനുഷ്യനാണ്. ഒരു കയ്യടിയെങ്കിലും കൊടുത്തുകൂടെ നമുക്ക്? അതെ. പക്ഷേ അതും ഇപ്പം ഞാൻ വിതരണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിതരണങ്ങളാണ്. സോ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാനും കൃത്യമായിട്ട് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും ആ തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സിനിമ എടുക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഒരു പോയിന്റൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. നമ്മൾ നേരത്തെ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങിക്കാൻ 50,000, 30,000, 70,000 രൂപ വില വന്നെടുത്ത് ഇന്ന് നമുക്ക് 5,000, 10,000 രൂപയ്ക്ക് പോലും നല്ല മൊബൈലുകൾ വാങ്ങിക്കാൻ പറ്റും. ശരിയല്ലേ? അതിന്റെ പൈസ കുറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് സിനിമ എടുക്കാൻ പോലും ബുദ്ധിമുട്ടില്ല. 10 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി സിനിമ എടുക്കാം. 5 ലക്ഷത്തിന്റെ പ്രൊമോഷൻ മതി. ഞാനിപ്പോൾ അങ്ങനെയുള്ള 3 പടങ്ങളിൽ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു. 15 ലക്ഷത്തിന് എടുക്കാം, 25 ലക്ഷത്തിന് എടുക്കാം. കാരണം ഇവിടെ പ്രൊഡ്യൂസർമാരും ഇരിപ്പുണ്ട്, കുറച്ചു പേരും സംവിധായകന്മാരും. 1 കോടി രൂപയ്ക്ക് പടം എടുക്കാം. നമുക്ക് ഐഫോൺ വാങ്ങണമെങ്കിൽ വീണ്ടും പൈസ കൊടുക്കണം. 2 കോടിക്കും 5 കോടിക്കും എടുക്കാം. അപ്പോൾ ഈ കലാകാരന്മാർക്ക് വളർന്ന് കയറി വരാൻ ഇന്ന് വളരെ എളുപ്പം സാധിക്കുന്ന വഴികളാണ്. മൊബൈൽ ഫോണിൽ സിനിമ എടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ ഒരു മോണോലിസ ഉണ്ടാകും. സമയം എത്തിച്ചേരുമ്പോൾ ആ മോണോലിസയെ കൃത്യമായി ഈ യൂട്യൂബേഴ്സോ മീഡിയക്കാരോ ചാനലുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹൃദയർ മുഖ്യധാരയിൽ കൊണ്ടെത്തിക്കും. നമ്മൾ തന്നെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു ദിവസം അത് വിത്തുപോലെ മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെയുള്ള വേദികൾ ഉൾപ്പെടെയുള്ള വലിയ വേദികൾ നിങ്ങളെ തേടി വരും. എല്ലാം ആസ്വദിക്കുക, എല്ലാം കാണുക, എല്ലാം കേൾക്കുക. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ആവശ്യമില്ലാത്തത് എടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മാനസിക ഭ്രമങ്ങൾ വരുന്നതും ടെൻഷനും അസ്വസ്ഥതകളും വരുന്നത്. നമുക്ക് നല്ലൊരു ക്യാരക്ടർ നേരത്തെ ചെയ്ത് പോകാൻ പറ്റാതെ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സാർ എനിക്കൊരു നല്ല ക്യാരക്ടർ തരികയാണെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഡോക്ടർ അജിത് കുമാർ MSc, MPhil, PhD, B.Ed, BLIC, MS സൈക്കോതെറാപ്പി, ഈ പറഞ്ഞ ഡിഗ്രികളെല്ലാം ഞാൻ എടുത്തു കളഞ്ഞു. സിനിമ ആർട്ടിസ്റ്റുകളായി വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയുന്ന എത്രയേ ഉള്ളൂ, ചേട്ടൻ. ആ ഒരു ഇന്റിമസി, ആ തരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള ജാടകളും വെയിറ്റുകളും. ഞാൻ കയറി വരുമ്പോൾ എനിക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു തന്ന ഡോക്ടർ ഗീത, മുൻ സീറ്റിലിരിക്കുന്നതിൽ നിന്നും പിന്നിലേക്ക് പോയിട്ട് ഒരു കസേര ഒഴിഞ്ഞു തരാൻ വലിയ മനസ്സ് കാണിച്ചു. മാഡം, താങ്കളെ തേടി വരും ദിവസങ്ങളിൽ 2 കസേരകൾ വന്നിരിക്കും. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം വേറെ വലുതാണ്. അങ്ങനെ ഒരു മനസ്സാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്നത്, മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണം. ബൈബിളും
പറയുന്നു, നിനക്ക് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നെല്ലാം നീ മറ്റുള്ളവർക്ക് നൽകുക, നിനക്ക് ലഭിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വളർന്നു വരുന്ന കലാകാരന്മാരെ, കലാകാരികളെ, ഒരു മടിയും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് മുമ്പോട്ട് വന്ന് ധൈര്യപൂർവ്വം ചെയ്യുക. ദി ഡേ വിൽ കം. ഒരു ദിവസം വരും. ഞാൻ എന്നോട് പറഞ്ഞിരുന്നൊരു വാക്കൂടെ പറഞ്ഞു ചുരുക്കുന്നു. ഞാൻ എൻ്റെ തോളിലടിച്ച് പറയുന്നൊരു വാക്കുണ്ട് എപ്പോഴും, എവരി ഡോഗ് ഹാസ് എ ഡേഡ, എവരി ഡോഗ് ഹാസ് എ ഡേഡ, എവരി ഡോഗ് ഹാസ് എ ഡേഡ. കാരണം എൻ്റെ മുതിയിൽ തട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഇന്ന് വരെ ഒരു മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്വയം ദൈവാനുഗ്രഹത്തോടെയും പിന്നെ നന്മ നിറഞ്ഞ കുറേ മനുഷ്യരുടെയും സഹായത്തോടെ ഇവിടം വരെ എത്തി. ഇന്ന് ഞാൻ തികച്ചും എത്തിയുമാണ്. അമ്മയില്ല, അച്ഛനില്ല, അമ്മ പോയതോടുകൂടി അനാഥനാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നന്മ, ചാരിറ്റി, സേവനം. സിനിമയിൽ ഞാൻ ചെയ്യുന്നത് പോലും എനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷവും ചാരിറ്റിയാണ്. അത് വൃദ്ധസദനങ്ങളാണ്, പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന, അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ ചൈൽഡ് പാരന്റിനെ പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ. കാരണം ആരിൽ നിന്നും പിരിവില്ലാതെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനമാണ്. നമുക്കൊന്നും മീഡിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ ആർട്ടിസ്റ്റ് മാത്രമല്ല, 3 സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. AD ആയിട്ട് ഞാൻ പോകുന്നു. കാരണം എനിക്കിപ്പോൾ വേറെ ജോലിയില്ല, കോളേജ് ജോലി ഒന്നുമില്ല. അപ്പോൾ ഈ സിനിമകളുടെ പുറകെ എല്ലാത്തിനും പോവുകയാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത്. അപ്പോൾ ആർട്ടിസ്റ്റാണ്, ഡയറക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചെസ് എന്ന് പറഞ്ഞ ഡയറക്ടറായ രാജ്ബാബു ചേട്ടൻ്റെ AD ആണ്, സലിം ബാബയുടെ AD ആണ്. അങ്ങനെ അത് പോകുന്നു. പ്രൊഡക്ഷൻ ഡിസൈനറാണ്, ക്രിയേറ്റീവ് ഹെഡാണ്. അങ്ങനെ വരും സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടാം. എൻ്റെ ജീവിതം ഇനി സിനിമ തന്നെയാണ്. ദൈവം അനുഗ്രഹിച്ച് മാക്സിമം ചെയ്യണം. പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം. മിടുക്കരായ പുതിയ തലമുറയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ട് അവരെ വളർത്തി ഉയർത്തി കൊണ്ടുവരണമെന്ന് ഒരു ചെറിയ ആഗ്രഹം. അതാ ബിഗ് ബോസിൽ പറഞ്ഞത്, കിങ് ആവുന്നതിനേക്കാൾ കിങ് മേക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിലൂടെ വളർന്നു കയറിയ ഒരുപാട് പേർ, അങ്ങനെ ധാരാളം ജനങ്ങൾ ബിഗ് ബോസിലൂടെ എന്നെ വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നിത്യഹരിത ചാരിറ്റബിൾ ട്രസ്റ്റിന്, കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടെ ബെസ്റ്റ് വേനലും മഴയും നൃത്ത സംഗീത പരിപാടിയും എൻ്റെ പുരസ്കാരത്തിനും എല്ലാത്തിനും എല്ലാവിധ വിജയാശംസകൾ. റഹീമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല.